നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുകയാണ്. വയനാട് നിന്നാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നാണ് മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്ന വാർത്തകൾ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വലിയ വിവാദമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ പേരിൽ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നത്. നടിയായിട്ടുള്ള ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ടാണ് ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ആദ്യമൊക്കെ ഒരു പോസ്റ്റുകളിലൂടെയായിരുന്നു നടി ഹണി റോസ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപത്തോടു കൂടി സംസാരിച്ചതും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തന്നെ മറ്റുള്ള സമൂഹ മാധ്യമങ്ങൾക്ക് മുൻപിൽ അപമാനിച്ചതിനടക്കം എതിരെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു നടി ഹണി റോസ് പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമൊന്നും ബോബി ചെമ്മണ്ണൂരിന്റെ പേര് എവിടെയും പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനു ശേഷമാണ് നടി ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിന്റെ പേരടക്കം കൃത്യമായി പറഞ്ഞുകൊണ്ട് വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ പരാതിയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നൽകിയതിനെ കുറിച്ചും താൻ യുദ്ധം തുടങ്ങി എന്നതിനെ കുറിച്ചൊക്കെ ഒരു പോസ്റ്റും നടി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. തെളിവ് സഹിതമാണ് നടി ഹണി റോസ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ ബോബി ചെമ്മണ്ണൂർ താൻ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഹണി റോസിന് വിഷമമുണ്ടായതിൽ തനിക്ക് വിഷമമുണ്ടെന്നും പ്രതികരിച്ചുകൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എറണാകുളം സെൻട്രൽ പോലീസിലാണ് 4 മാസം മുമ്പ് നടന്ന സംഭവത്തിൽ നടി പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ വയനാട് നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 75-ാം വകുപ്പ് പ്രകാരമാണ് പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനിടയിൽ ഉടമ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും കമന്റുകൾക്കുമെതിരെ നടി നേരത്തെ തന്നെ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് താഴെ രൂക്ഷമായ സൈബർ അധിക്ഷേപവും നടക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ നടി പോലീസിനെ സമീപിക്കുകയും അശ്ലീല കമന്റ് ഇട്ടവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആദ്യം നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി പരാതിപ്പെട്ടിരുന്നില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തിയിട്ടായിരുന്നു പരാതി നൽകിയത്. ഇക്കാര്യം ഇൻസ്റ്റഗ്രാമിലും ബോബി ചെമ്മണ്ണൂരിനുള്ള പരസ്യമായ കത്തിലൂടെയും വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ നിലവിലുള്ള 30 കേസുകൾക്ക് പുറമെ അശ്ലീല കമന്റ് ഇടുന്നവർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉടനടി കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഏതായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കുമ്പള സ്വദേശിയെ ഇതിന്റെ പേരിലും ഇത്തരത്തിലൊരു അശ്ലീല കമന്റ് ഇട്ടതിന്റെ പേരിലും അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഇയാൾ കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ അശ്ലീല കമന്റ് ഇട്ട മറ്റ് 20ഓളം പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്കെതിരെയും നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. ഇതേ കുറ്റം ചെയ്ത വ്യാജ പ്രൊഫൈലുകളുടെ വിവരം തേടി പോലീസ് മെറ്റാ കമ്പനിയെ സമീപിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ മറ്റുള്ള ആളുകളോട് നടത്തിയതിനെതിരെയും നടി പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും നടി ഹണി റോസ് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ തന്നെ പൂർണ്ണ പിന്തുണയാണ് നടിക്ക് ലഭിച്ചത്. WCC അംഗങ്ങളും അതുപോലെ തന്നെ അമ്മ സംഘടനയെല്ലാം തന്നെ നടിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ മറ്റുള്ള ആളുകളും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ എല്ലാം തന്നെ നടി ഹണി റോസിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചതിന് താഴെ വന്ന കമന്റുകളിലെല്ലാം തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ വലിയ വിമർശനമായിരുന്നു ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നത്. ഇയാൾക്ക് ഇത് കൂടുതലാണ്, ആരെങ്കിലും ഒന്ന് പ്രതികരിക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു തുടങ്ങിയ കമന്റുകളായിരുന്നു വരുന്നുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായിരിക്കുകയാണ്. നടി ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലുകളൊക്കെ തന്നെ ഇനി വരും മണിക്കൂറുകൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.